മങ്ങാട് 1.5 വയസ്സുകാരൻ മരിച്ച സംഭവത്തിൽ കുറ്റം സമ്മതിച്ച് അമ്മയുടെ ആൺ സുഹൃത്ത് അഷ്കർ കുഞ്ഞിനെ സ്ഥിരമായി മർദ്ദിച്ചിരുന്നു എന്ന് അഷ്കർ പറഞ്ഞിരിക്കുകയാണ്. പോലീസിന് ഇയാൾ ഈ രീതിയിൽ മൊഴി നൽകിയിട്ടുണ്ട്. നേരത്തെ നൽകിയ മൊഴികളിൽ വൈരുദ്ധ്യമുണ്ടായിരുന്നു. തുടർന്ന് നടത്തിയ വിശദമായ ചോദ്യം ചെയ്യലിലാണ് അഷ്കർ കുറ്റസമ്മതം നടത്തിയിരിക്കുന്നത്. അതേസമയം പ്രതിയുമായി പോലീസിന്റെ തെളിവെടുപ്പ് പുരോഗമിക്കുന്നതിനിടയിൽ അവിടെ ജനങ്ങളുടെ ഭാഗത്ത് നിന്നും അഷ്കറിന് നേരെ ആക്രമണം ഉണ്ടായിരിക്കുന്നു. അതിൻ്റെ ദൃശ്യങ്ങൾ ഉൾപ്പെടെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ആ സ്ഥലത്ത് സംഘർഷാവസ്ഥ നിലനിൽക്കുകയാണ്. കാരണം ഇത്രയും വലിയ ക്രൂരകൃത്യം ഒരു 1.5 വയസ്സുകാരനോട് കാട്ടിയ ഒരു വ്യക്തിയോട് സ്വാഭാവികമായും ജനങ്ങളുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്ന അമർഷമാണ് നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത്. അഷ്കറിനെ തെളിവെടുപ്പിനായി കൊണ്ടുവരുന്ന സമയത്ത് അവിടെ ജനങ്ങളുടെ ഭാഗത്ത് നിന്ന് രോഷപ്രകടനം ഉണ്ടായിരിക്കുന്നു. ഇയാളെ തല്ലിയതായി മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. വീണ സ്ഥലത്ത് നിന്നും ചേരുകയാണ്. വീണ, അവിടെ ദൃശ്യങ്ങളിൽ സംഘർഷ സ്ഥിതി കാണാൻ കഴിയുന്നുണ്ട്. അഷ്കറിന് നേരെ ജനങ്ങളുടെ സ്വാഭാവികമായ പ്രതികരണമാണ് നമ്മൾ കാണുന്നത്. ഇയാൾക്ക് മർദ്ദനമേറ്റിട്ടുണ്ടോ? എന്താണ് അവിടെ സംഭവിക്കുന്നത് വീണ? കൂടുതലുണ്ട് എന്നുള്ളത് വലിയ തരത്തിൽ രോഷം പ്രകടിപ്പിക്കുകയാണ്. അല്പസമയങ്ങൾക്ക് മുമ്പാണ് പനവൂരുള്ള നരിക്കുപുഴയിൽ വീട്ടിലേക്ക് അഷ്കറിന്റെ വീട്ടിലേക്ക് തെളിവെടുപ്പിനായി നെടുമങ്ങാട് പോലീസ് എത്തിച്ചത്. സുരക്ഷാ സംവിധാനത്തോടു കൂടിയാണ് എത്തിച്ചെങ്കിൽ പോലും ജനങ്ങൾ വലിയ രോഷാകുലരായിരുന്നു. ഇപ്പോൾ തന്നെ സ്ഥലത്ത് സംഘർഷാവസ്ഥ തന്നെയാണ് നമുക്ക് കാണാൻ സാധിച്ചതും. തെളിവെടുപ്പിനായി വീട്ടിലേക്ക് കൊണ്ടുപോകുമ്പോൾ നാട്ടുകാർ രോഷാകുലരായിരുന്നു. നെടുമങ്ങാട് വലിയ സംഘർഷാവസ്ഥ നിലനിൽക്കുന്നു. പോലീസും നാട്ടുകാരും തമ്മിൽ അവിടെ പ്രശ്നങ്ങൾ തുടങ്ങിയിരിക്കുകയാണ്. കാരണം അഷ്കർ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 1.5 വയസ്സുകാരൻ മരിച്ച സംഭവത്തിൽ ഇയാൾ കുറ്റസമ്മതം നടത്തിയിരിക്കുകയാണ്. അമ്മയുടെ ആൺ സുഹൃത്ത് എന്നാണ് ഇയാൾ പറയുന്നത്. കുഞ്ഞിനെ സ്ഥിരമായി മർദ്ദിച്ചിരുന്നു എന്ന് ഈ കൊടും ക്രിമിനൽ സമ്മതിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇയാളെ തെളിവെടുപ്പിനായി കൊണ്ടുവരുന്ന സമയത്ത് അവിടെ തിങ്ങിക്കൂടിയ ജനങ്ങൾ ഇയാളെ കൈകാര്യം ചെയ്യുകയായിരുന്നു. അതാണ് അവിടെ ഇപ്പോൾ സംഘർഷത്തിന് വഴിവെച്ചിരിക്കുന്നത്. MS വീണ സ്ഥലത്തുണ്ട്. വീണ, പറഞ്ഞോളൂ, എന്താണ് അവിടെ സംഭവിക്കുന്നത്? ഗൗതം, അല്പസമയങ്ങൾക്ക് മുമ്പാണ് 1.5 വയസ്സുകാരനെ അതിക്രൂരമായി കൊലപ്പെടുത്തിയ പ്രതി അഷ്കറിനെ നെടുമങ്ങാടുള്ള പനവൂരുള്ള നരിക്കുഴിയിലെ വീട്ടിലേക്ക് എത്തിച്ചത്. ഈ നരിക്കുഴിയിലുള്ള ഭവനം, അത് വാടകയ്ക്ക് താമസിക്കുന്ന വീടാണ്. ഇവിടെ അഷ്കറിന്റെ ഉമ്മയും സഹോദരിയും ഒപ്പം അഖിലയുമാണുള്ളത്. ഈ കുഞ്ഞുമാണ് ഈ ഒരു വീട്ടിലുണ്ടായിരുന്നത്. അല്പസമയങ്ങൾക്ക് മുമ്പാണ് അന്വേഷണ സംഘം അഷ്കറിനെ മാത്രമാണ് ഇവിടെ തെളിവെടുപ്പിന് എത്തിച്ചത്. വലിയ തരത്തിൽ ജനങ്ങളുടെ ഭാഗത്തുനിന്ന് രോഷമുണ്ടാകുന്ന സാഹചര്യം തന്നെയാണ് ഉണ്ടായത്. ജീപ്പിൽ അതിസുരക്ഷയോടുകൂടി പോലീസ് ഉദ്യോഗസ്ഥർ എത്തിച്ചപ്പോൾ തന്നെ ജനങ്ങൾ പ്രതിഷേധം രേഖപ്പെടുത്തുകയും അഷ്കറിനെ കയ്യേറ്റം ചെയ്യുവാൻ ശ്രമിക്കുകയും ചെയ്തു. ഒരു 15 മിനിറ്റ് നീണ്ടുനിന്ന പരിശോധനയ്ക്ക് തെളിവെടുപ്പിന് ശേഷം എങ്ങനെയാണ് കൊലപാതകം നടന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ കുഞ്ഞിനെ മർദ്ദിച്ചത്, കുഞ്ഞിന് എന്തൊക്കെ സംഭവിച്ചു, അന്ന് കുഞ്ഞ് മരിച്ച ദിവസം എന്തൊക്കെയാണ് നടന്നതെന്നുള്ളത് അഷ്കറിൽ നിന്ന് അന്വേഷണ സംഘം വിശദമായി തന്നെ ചോദിച്ചറിഞ്ഞു. ഒപ്പം തന്നെ വീട്ടിലടക്കം പരിശോധന നടത്തി തെളിവെടുപ്പ് നടത്തിയിരുന്നു. കൂടാതെ തന്നെ ഈ വീടിൻ്റെ പരിസരത്ത് കുഞ്ഞിൻ്റെ വസ്ത്രങ്ങളും ഒപ്പം തന്നെ ചില മെഡിക്കൽ രേഖകളും, ഈ അർഷിദിൻ്റെ മെഡിക്കൽ രേഖകളടക്കം കത്തിച്ച നിലയിൽ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. ആ ഭാഗങ്ങളിലടക്കം എന്തിനാണ് കത്തിച്ചത്, അതുമായി ബന്ധപ്പെട്ടുള്ള വിശദാംശങ്ങൾ അഷ്കറിൽ നിന്ന് അന്വേഷണ സംഘം ചോദിച്ചറിയുകയും ചെയ്തു. ചോദിച്ചറിഞ്ഞതിന് ശേഷം പുറത്തേക്ക് വീടിൻ്റെ വഴിയിലൂടെ ഈ റോഡിലേക്ക് കൊണ്ടുവരുന്ന സമയത്താണ് വലിയ തരത്തിൽ നാട്ടുകാർ തടിച്ചുകൂടുകയും അവർ പിന്തുടർന്നുകൊണ്ട് അഷ്കറിനെ മർദ്ദിക്കുകയും ചെയ്തത്. ചില നാട്ടുകാർ മർദ്ദിച്ചിരിക്കുകയാണ്. ഒപ്പം തന്നെ വാഹനം തടയുന്നതിലേക്ക് കാര്യങ്ങളെത്തി. വളരെ ബുദ്ധിമുട്ടിയാണ് പോലീസ് അഷ്കറിനെ ജീപ്പിലേക്ക് കയറ്റിയെന്നുള്ളതാണ്. നമ്മൾ ഈ ഒരു പ്രദേശം വീക്ഷിക്കുകയാണെങ്കിൽ നിരവധി നാട്ടുകാർ ഇപ്പോഴും കൂടി നിൽക്കുന്നുണ്ട്. അഷ്കറിനെ കൊണ്ടുവരുന്നത് അറിഞ്ഞുകൊണ്ട് നിരവധി ചെറുപ്പക്കാരും ഒപ്പം തന്നെ മുതിർന്നവരുമായിട്ടുള്ള നിരവധി പേരാണ് ഈ ഒരു പ്രദേശത്ത് തടിച്ചുകൂടിയത്. ഇപ്പോഴും അവർ ഇവിടെ തുടരുന്നു എന്നുള്ളതാണ്. ശക്തമായിട്ടുള്ള ഒരു പ്രതിഷേധം തന്നെയാണ് നാട്ടുകാരുടെ ഭാഗത്തുനിന്നുണ്ടായത്. കേവലം ഒരു 1.5 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പിഞ്ചു കുഞ്ഞാണ്. അതിന് തിരിച്ചറിവിനുള്ള പ്രായമാകുന്നതേ ഉള്ളൂ. അമ്മ, അച്ഛൻ അല്ലെങ്കിൽ മറ്റു 2 ചുരുക്കവാക്കുകൾ അത്തരത്തിൽ മാത്രം പറയുന്ന ഒരു കുഞ്ഞ്, ആ കുഞ്ഞിനെ ഇത്ര അതിക്രൂരത കാട്ടിയ, മനുഷ്യത്വരഹിതമായ പ്രവൃത്തി നടത്തിയ അഷ്കറിനോട് നാട്ടുകാരിൽ നിന്നുണ്ടായ സ്വാഭാവിക പ്രതികരണം തന്നെയാണ്. പക്ഷേ പോലീസ് വലിയ തരത്തിൽ സുരക്ഷ ഒരുക്കിക്കൊണ്ടാണ് ഇവരെ തെളിവെടുപ്പിനായിട്ട് പൂർത്തീകരിച്ച് കൊണ്ടുപോയെന്നുള്ളതാണ്. നിരവധി പേർ ഇവിടെ നാട്ടുകാരടക്കമുണ്ട് എന്നുള്ളതാണ്. ഈ അഷ്കറിനെ മുൻപ് പരിചയമുണ്ടായില്ല? മുമ്പ് പരിചയമില്ല. പക്ഷേ അവൻ്റെ ചെയ്തികൾ ഇപ്പോൾ ഈ ഒരു വിഷയം വന്നപ്പോഴാണ് മനസ്സിലായത്. ഇവൻ പാലോട്ട് ആദ്യം ഒരു വിവാഹം കഴിച്ചിട്ടുണ്ടായിരുന്നു. ആ കുട്ടിയെ പീഡിപ്പിച്ച് വർഷങ്ങളോളം പീഡിപ്പിച്ചതിന് അസുഖമായി അതിപ്പം ക്യാൻസർ ബാധിതനാണ്. അതിന് ഒരുപാട് സാമ്പത്തികമായും അല്ലാതെയും ചൂഷണം ചെയ്തതിന് ശേഷം അത് കളഞ്ഞിട്ടാണ് അടുത്ത് വേറെ ആറ്റിങ്ങിലൊരു വിഷയമുണ്ടായി. അതും ഇവൻ കേസായി, അകത്തായി, ജാമ്യത്തിലിറങ്ങി. പിന്നെ ഇതുപോലെ ഒരുപാട് ഇവന് വൈകൃതങ്ങൾ ഉണ്ട്. ഇതിപ്പോൾ ഇവിടെ വന്ന് വാടകയ്ക്ക് അടുത്ത താമസം നാളായോ? ഇവിടെ വന്നിട്ട് 4 മാസത്തോളമായി. പക്ഷേ ഈ 2 മാസം കൊണ്ട് ഈ കുട്ടി
ഇതേപോലെ അപ്പോൾ വീണത് എന്നൊക്കെയാണ് പറയുന്നത്. ഈ 2 കൈയും പ്ലാസ്റ്റർ ഇട്ടിരിക്കുന്ന കുട്ടിക്ക് വേറെ ഒരു മുറിവും അന്നില്ല. പക്ഷെ അതിനുശേഷം ഇത് ഇഞ്ചിഞ്ചായി. അപ്പോൾ ഇൻക്വസ്റ്റിന് കയറിയ നമ്മളിവിടുത്തെ അവർ തന്നെ പറയുന്നത് ഒരു 80 വർഷം അനുഭവിക്കാനുള്ള ആ പൊടി കൊച്ച് 1.5 വയസ്സിനകത്ത് അനുഭവിച്ചു. അത് യഥാർത്ഥത്തിൽ അത് മരിക്കുകയല്ല ചെയ്തത്, രക്ഷപ്പെടുകയാണ് ചെയ്തെന്നുള്ള രീതിയിലാണ് ആ ഇൻക്വസ്റ്റിന് കയറിയവരുൾപ്പെടെ പറയുന്നത്. അപ്പം ഇപ്പം ഈ ജനങ്ങൾ തന്നെ ഈ രോഷാകുലനാവാൻ കാരണം ഇവൻ്റെ ആദ്യത്തെ ഒരു കേസല്ല. ഓരോ കാലഘട്ടത്തിലും ഇങ്ങനെ ഓരോ കേസാവും ജാമ്യത്തിലിറങ്ങും, വീണ്ടും ഇത് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ജനങ്ങൾ ഇത്രയും രോഷാകുലരായത്. കുഞ്ഞിനെ കണ്ടിട്ടുണ്ടോ എപ്പോഴും? കണ്ടു നല്ലൊരു ഓമനത്തുള്ള ഒരു നല്ല, അതാണ് ഈ കണ്ടവർക്ക് നാട്ടുകാർ എന്നുള്ള രീതിയിൽ അത്രയും ഒരു വിഷമവും വികാരവും വരുന്നത് അതുകൊണ്ടാണ്. നാട്ടുകാരിൽ ചിലരടക്കം പറയുന്നുണ്ട് ഈ കുഞ്ഞ് മറ്റുള്ളവരുമായി ഇടപെടാൻ ശ്രമിക്കുമ്പോൾ ഇയാൾ തടയാറുണ്ടായിരുന്നു. മറ്റുള്ളവരുമായി ഇടപെടുന്നത് ഇഷ്ടം അല്ല. അത് പുള്ളിയും ഇവിടെ വന്നിട്ട് നാട്ടുകാരുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല. പുള്ളി പാതിരാത്രി വരും, എല്ലാവരും ഉറക്കണിക്കുന്നതിന് മുമ്പ് അവൻ ഇവിടെ നിന്ന് പോവുകയും ചെയ്യും. അഖിലയുമായി പരിചയം എന്തെങ്കിലും ഉണ്ടോ? പരിചയമില്ല. പക്ഷേ ഞങ്ങൾ ഒരു ഇതെന്ന് പറയുന്നത് ഈ അഖിലയ്ക്കും യവൻ്റെ അമ്മയ്ക്കും ഈ കൊലപാതകത്തിൽ വ്യക്തമായ ധാരണ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഞങ്ങളെയൊക്കെ ഒരു നിഗമനം. വീടിന്റെ പരിസരത്ത് അല്ലെങ്കിൽ ഒരു പൊടിക്കൊച്ച് 1.5 വയസ്സായ ഒരു കൊച്ച് ഇവൻ്റെ മാത്രം സംരക്ഷണയിൽ നിൽക്കൂല. അപ്പോൾ ഇതിന് ഇത്രയും ദിവസം ഈ മുറിവ് ഒക്കെ വരുമ്പം വീട്ടിലുള്ള ഒരു അമ്മമാരാണ്, അവർക്ക് ശ്രദ്ധിക്കാം അല്ലെ എന്താണെന്ന് ചോദിക്കാം. അപ്പോൾ അവരെ ഉൾപ്പെടെ തെറ്റിദ്ധരിപ്പിച്ച് അല്ലെങ്കിൽ അവർക്ക് ഇതിൽ പങ്കുണ്ടോ എന്നുള്ളതാണ് ഞങ്ങളെയൊക്കെ ഒരു സംശയം. ചില കുഞ്ഞിന്റെ വസ്ത്രവും ചില മെഡിക്കൽ രേഖകളും ചില കുറിപ്പുകളും ഒക്കെ വീടിന്റെ പരിസരത്ത് കത്തിച്ചതായി പറയുന്നുണ്ട് പോലീസ്. ഇപ്പോൾ അത് പരിശോധന നടത്തുകയും അത് ഈ സംഭവം നടന്നതിൻ്റെ അന്ന് രാത്രി വെളുപ്പാൻ രാവിലെ വന്ന് വീട് കംപ്ലീറ്റ് വൃത്തിയാക്കി പരിസരമൊക്കെ വൃത്തിയാക്കി പോയി. പക്ഷേ അത് നാട്ടുകാരും അറിഞ്ഞില്ല. നമ്മുടെയൊക്കെ ധാരണ ഇവൻ പോലീസ് കസ്റ്റഡിയിലെന്നാണ്. പക്ഷെ അപ്പോഴിത് കൊലപാതകം എന്ന് അറിയായിട്ട് വീട്ടിൽ വരികയാണ് ചെയ്തത്. പിന്നെ കൊലപാതകം എന്ന് അറിഞ്ഞപ്പോഴാണ് പിന്നെ രാവിലെ പിറ്റേന്ന് വീണ്ടും അറസ്റ്റ് ചെയ്തത്. കുഞ്ഞിനെ ആരെങ്കിലും കണ്ടിരുന്നോ? ഈ കുഞ്ഞിനെ ഈ ആശുപത്രിയിൽ കൊണ്ടുപോകുന്ന ദിവസം? ഇല്ല, കണ്ടില്ല. അതിൽ വാർത്ത എപ്പോഴാണ്? വൈകിട്ടാണ് അത് ഇങ്ങനെ ഭക്ഷണം. പക്ഷേ അവൻ കൊന്നതിന് ശേഷം ജനങ്ങളെയും അല്ലെങ്കിൽ മെഡിക്കൽ വകുപ്പിനെയൊക്കെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി മരിച്ചതിന് ശേഷം ചോറ് വാരി കൊടുത്തതായിട്ടാണ് ഒരു കക്ഷി ആംബുലൻസിലുമായിട്ട് ബന്ധപ്പെട്ട ഒരു കക്ഷി പറഞ്ഞത്. നിലവിൽ ആ വീട്ടിൽ ആരൊക്കെയാണ് താമസം? അത് വ്യക്തമായി അറിയില്ല. നാട്ടുകാരുടെ ഭാഗത്തു നിന്നാണ് അത്തരത്തിലുള്ള ഒരു പ്രതികരണം എന്നാണ് പ്രദേശവാസികളടക്കം പറയുന്നത്. ഒരു പിഞ്ചോമന ഇൻക്വസ്റ്റിനടക്കം ഇവിടുന്ന് കയറിയ പരിസരവാസികളൊക്കെ പറയുന്നത് വളരെ ക്രൂരമായിട്ടുള്ള ഉപദ്രവങ്ങൾക്കാണ് ആ കുഞ്ഞ് ഇരയായിട്ടുള്ളതാണ്. ഉച്ചി മുതൽ ഉള്ളംകാല് വരെ ആ കുഞ്ഞിൻ്റെ ശരീരത്തിൽ 51 മുറിവുകളാണ് ഉണ്ടായിരുന്നത്. ഒപ്പം തന്നെ സിഗരറ്റ് കൊണ്ട് പൊള്ളിച്ച പാടുകൾ, അതുമാത്രമല്ല ജനനേന്ദ്രിയത്തിലടക്കം ആഴത്തിലുള്ള മുറിവുകൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ആദ്യം സ്വാഭാവിക മരണമെന്ന് എഴുതി തള്ളിയത് പിന്നീട് ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയായതിനു ശേഷം റിപ്പോർട്ട് വന്നതിന് ശേഷമാണ് മനസാക്ഷിയെ മരവിപ്പിക്കുന്ന തരത്തിലേക്ക് ഒരു ക്രൂരകൃത്യം നടന്നുവെന്ന് ഞെട്ടിക്കുന്ന വിവരം പുറം ലോകം അറിയുന്നത്. നാട്ടുകാരുടെ ഭാഗത്തു നിന്നുള്ള വികാരമാണ് ഈ ഒരു തെളിവെടുപ്പിന് മുന്നോടിയായി ഇവിടെ തെളിവെടുപ്പിന്റെ ഭാഗമായി എത്തിച്ചപ്പോഴാണ് നാട്ടുകാരുടെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലുള്ളൊരു പ്രതികരണം ഉണ്ടായിരിക്കുന്നത്. അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. നിലവിൽ അഷ്കറിനെ മാത്രമാണ് ഇങ്ങോട്ടേക്ക് എത്തിച്ചതെന്നുള്ളതാണ്. അമ്മ അഖിലയും ഈ ഒരു വീട്ടിൽ തന്നെയായിരുന്നു താമസം. അമ്മയെ ഇതുവരെ ഇവിടെ തെളിവെടുപ്പിന് എത്തിച്ചില്ലെങ്കിലും വൈകാതെ തന്നെ എത്തിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. വൈകാതെ തന്നെ കോടതിയിൽ ഹാജരാക്കുകയോ അല്ലെങ്കിൽ മജിസ്ട്രേറ്റിന് മുൻപിൽ ഹാജരാക്കുന്ന നടപടികളിലേക്ക് ഉദ്യോഗസ്ഥർ കടക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രതികരണങ്ങൾ കുഞ്ഞിൻ്റെ മുത്തശ്ശനടക്കം നടത്തുകയും ചെയ്തിരുന്നു. ഈ കുഞ്ഞ് നിരന്തരമായി ക്രൂരപീഡനത്തിന് ഇരയാകുന്നു. കുഞ്ഞിൻ്റെ കൈ ഒടിഞ്ഞ സംഭവത്തിലടക്കം അസ്വാഭാവികത തോന്നിയ സാഹചര്യമുണ്ട്. നിരന്തരം ഈ പോലീസ് സ്റ്റേഷനിലെത്തി പരാതി നൽകുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ പോലും പോലീസ് ഇതിൽ കൃത്യമായി അന്ന് ആദ്യ പരാതിയിലടക്കം അന്വേഷണം നടത്തിയിരുന്നുവെങ്കിൽ, അത്തരത്തിലുള്ളൊരു നടപടികളിലേക്ക് കടന്നിരുന്നുവെങ്കിൽ ഈ ഒരു കുഞ്ഞു ജീവൻ വളരെ മാരകമായിട്ടുള്ള വേദനകൾ അനുഭവിച്ചുകൊണ്ട് ഈ ഒരു ലോകത്ത് നിന്ന് വിട പറയില്ലായിരുന്നു. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യവും. ഗൗതം, വീണ, ഇപ്പോൾ അവിടെ നമ്മളോട് പ്രതികരിച്ച ആളുകൾ ചൂണ്ടിക്കാട്ടിയത് വളരെ ഗൗരവമുള്ള വിഷയമാണ്. കാരണം ഈ അഷ്കർ എന്ന ഈ ക്രിമിനൽ, ഇയാളിത് ആദ്യമായിട്ടല്ല മറ്റു കുടുംബങ്ങളിലേക്ക് കയറി ചെന്ന് അവിടെ ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തുന്നത്. തിരുവനന്തപുരം ജില്ലയിലെ തന്നെ മറ്റു പല സ്ഥലങ്ങൾ നമ്മളോട് പ്രതികരിച്ച ആ വ്യക്തി പറയുന്നുണ്ടായിരുന്നു. ആറ്റിങ്ങലിലും ഒക്കെ ഇയാൾ ഇത്തരം പ്രവർത്തികൾ ചെയ്യുകയും മുൻപ് പല സ്ത്രീകൾ കൊടിയ പീഡനങ്ങൾ ഏറ്റ ശേഷം അവർ ക്യാൻസർ പോലുള്ള രോഗങ്ങൾക്ക് അടിമപ്പെടുകയും ഒക്കെ ചെയ്തു എന്ന്. അപ്പോൾ ഇത് ഇയാളുടെ ഒരു സ്ഥിരം പരിപാടിയാണ് എന്നത് വേണം മനസ്സിലാക്കാൻ. അപ്പോൾ ഇതുകൂടി അറിഞ്ഞുകൊണ്ടാണോ വലിയ പ്രതിഷേധം അവിടെ ഉണ്ടാകുന്നത്? ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലീസും നാട്ടുകാരും തമ്മിൽ അവിടെ ഉന്തും തള്ളും ഉണ്ടാകുന്നുണ്ടല്ലോ, അതിൻ്റെ കാരണം എന്താണ്?
ഗൗതം, സ്വാഭാവികമായ ഒരു അക്രമ വാസനയുള്ള അല്ലെങ്കിൽ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്ന തരത്തിൽ അത്തരം സ്വഭാവമുള്ള വ്യക്തിയാണ് അഷ്കർ എന്നാണ് നാട്ടുകാർ പറയുന്നത്. ഇവിടെ താമസമായിട്ട് 4 മാസമേ ആകുന്നുള്ളെങ്കിൽ പോലും ഈ സംഭവം, കുഞ്ഞിൻ്റെ മരണം അറിഞ്ഞതിന് ശേഷം, കൊലപാതകം അറിഞ്ഞതിന് ശേഷമാണ് ഈ അഷ്കറിനെ പറ്റിയുള്ള മുൻപ് നടന്നിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് നാട്ടുകാർക്ക് വിവരം ലഭിക്കുന്നത്. അത്തരത്തിൽ സമാനമായി തന്നെ പലയിടങ്ങളിലും തിരുവനന്തപുരം ജില്ലയിലെ വിവിധ ഇടങ്ങളിൽ സ്ത്രീകളെ തിരഞ്ഞുപിടിച്ച് അല്ലെങ്കിൽ അവരുമായി ബന്ധം സ്ഥാപിച്ചുകൊണ്ട് അവരെ ക്രൂരപീഡനത്തിന് ഇരയാക്കുന്ന ഒരു മനോവൈകൃതം ഇയാൾക്കുണ്ടായിരുന്നു എന്നാണ് നാട്ടുകാരുടെ പ്രതികരണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത്തരത്തിൽ കുറ്റകൃത്യ വാസനയുള്ള ഒരു വ്യക്തിയുടെ ഏറ്റവും ഒടുവിലത്തെ ക്രൂരതയ്ക്കാണ് ഈ 1.5 വയസ്സുകാരൻ ഇരയായതും. ഒപ്പം തന്നെ പോലീസുമായുള്ള സംഘർഷാവസ്ഥയിലേക്ക് കുറിച്ചുള്ള വിവരങ്ങളിലേക്ക് വരികയാണെങ്കിൽ, ഈ തെളിവെടുപ്പിന് എത്തിച്ചപ്പോൾ നാട്ടുകാർ വലിയ തരത്തിൽ രോഷാകുലരാകുകയും പോലീസിന്റെ നിയന്ത്രണങ്ങളൊക്കെ മറികടന്നുകൊണ്ട് വാഹനത്തെ പിന്തുടർന്ന പ്രതിയെ ആക്രമിക്കുവാനും ഒപ്പം തന്നെ പ്രതിയെ കയ്യേറ്റം ചെയ്യുവാനും മർദ്ദിക്കുവാനും ഒക്കെ തയ്യാറെടുത്തൊരു സാഹചര്യമുണ്ട്. അത്തരത്തിൽ സുരക്ഷാ വലയത്തിലൂടെ തന്നെ ഈ പ്രതിയെ തെളിവെടുപ്പ് പൂർത്തിയാക്കി പുറത്തേക്ക് വരുമ്പോൾ നാട്ടുകാരിലായ ചിലർ പ്രതിയെ ഉപദ്രവിക്കുകയും പ്രതിയുടെ ശരീരത്തിൽ മർദ്ദിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ പ്രതിയെ കയ്യേറ്റം ചെയ്ത സാഹചര്യത്തിലാണ് നാട്ടുകാരും പോലീസും തമ്മിൽ തർക്കമുണ്ടായത്. ഒപ്പം തന്നെ സുരക്ഷാ വീഴ്ചയിലടക്കം, അതായത് ജീപ്പിനെ, അതായത് ഇവിടുന്ന് വാഹനമെടുത്ത് മുൻപിലേക്ക് വാഹനം എടുക്കുമ്പോൾ വാഹനത്തെ പിന്തുടർന്നുകൊണ്ട് ആ ജീപ്പിൽ കയറിയ പ്രതിയെ പിന്തുടർന്നെത്തി ആക്രമിക്കുവാനുള്ള ശ്രമങ്ങൾ നാട്ടുകാരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായപ്പോഴാണ് പോലീസും ഒപ്പം തന്നെ നാട്ടുകാരും തമ്മിലുള്ള കയ്യാങ്കളിയിലേക്കും വാക്ക് തർക്കത്തിലേക്കും ഒക്കെ കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്. നാട്ടുകാർ ഇപ്പോഴും ഇവിടെ നിന്ന് പിരിഞ്ഞു പോയിട്ടില്ല എന്നുള്ളതാണ്. നാട്ടുകാരിൽ മിക്കവരും ഈ കുഞ്ഞിനെ കണ്ടിരുന്നു എന്നുള്ളതും ഇവിടെ താമസിക്കാൻ വളരെ കുറച്ച് നാളുകൾ മാത്രമേ ആയിട്ടുള്ളൂ കുഞ്ഞും ഈ അഖിലയും ഒക്കെ ഇവിടെ താമസിക്കാൻ എത്തിയിട്ടെങ്കിൽ പോലും ആരെ കണ്ടാലും ചിരിക്കുന്ന മുഖം, ആരിലേക്കും പെട്ടെന്ന് അടുപ്പം സ്ഥാപിക്കുന്ന ഒരു കുഞ്ഞുമോൻ, ആ മകൻ ഇത്തരത്തിൽ ക്രൂരതകൾക്കിരയായി ഈ ലോകത്തോട് വിട പറഞ്ഞു എന്നുള്ള ദുഃഖവാർത്ത അറിഞ്ഞപ്പോൾ തന്നെ അവരുടെ മനസ്സിലുണ്ടാകുന്ന സ്വാഭാവികമായിട്ടുള്ള വികാര പ്രകടനവും ആ ഒരു രോഷപ്രകടനവും തന്നെയാണ് അവരുടെ ഭാഗത്തു നിന്നുണ്ടായത്. ഇത്തരത്തിൽ ക്രൂരത കാട്ടിയ ഒരു പ്രതിയെ ഇവിടെ കൊണ്ടുവരുമ്പോൾ ഞങ്ങൾക്ക് വിട്ടുതരൂ, ഞങ്ങൾ അവനെ കൈകാര്യം ചെയ്യാമെന്നാണ് നാട്ടുകാർ ആക്രോശിച്ചുകൊണ്ട് പ്രതിയുടെയും ഈ പോലീസ് സംഘത്തിൻ്റെയും അടുത്തേക്ക് എത്തിയത്. പ്രതിയെ ഇപ്പോൾ നിലവിൽ ഇവിടെ നിന്ന് കൊണ്ടുപോയിട്ടുണ്ട്. തെളിവെടുപ്പ് നടപടികൾ പൂർത്തിയായിരിക്കുകയാണ്. കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള മറ്റ് നടപടികൾ പൂർത്തിയാക്കിയതിന് ശേഷം കോടതിയിലെയോ അല്ലെങ്കിൽ മജിസ്ട്രേറ്റിന്റെ മുമ്പിലോ ഹാജരാക്കി റിമാൻഡ് അടക്കമുള്ള നടപടികളിലേക്ക് കടക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ കേസുമായി ബന്ധപ്പെട്ട് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ അഖിലയ്ക്ക്, ഈ നാട്ടുകാർ ആരോപിച്ചതിൽ തന്നെ കുഞ്ഞിൻ്റെ അമ്മയായ അഖിലയ്ക്ക് ഇത്തരത്തിലുള്ള പ്രതി, അതായത് അഷ്കർ നിരന്തരമായി കുഞ്ഞിനെ പീഡിപ്പിക്കുന്ന കാര്യത്തിൽ, ഉപദ്രവിക്കുന്ന കാര്യത്തിൽ അറിവുണ്ടായിരുന്നെങ്കിൽ എന്തിനും മൗനം തുടർന്നു, എന്തുകൊണ്ട് പ്രതികരിച്ചില്ല എന്നുള്ള ചോദ്യം കൂടി നിലനിൽക്കുന്നുണ്ട്. അമ്മയ്ക്ക് അത്തരത്തിൽ അറിവുണ്ടായിരുന്നുവെങ്കിൽ, അമ്മയ്ക്ക് സംരക്ഷിക്കാൻ കഴിയില്ലായിരുന്നുവെങ്കിൽ അമ്മയുടെ മാതാപിതാക്കൾക്കോ മരിച്ചുപോയ കുഞ്ഞിൻ്റെ അച്ഛൻ അഖിലിൻ്റെ മാതാപിതാക്കളെയോ കുഞ്ഞിൻ്റെ സംരക്ഷണത്തിനായിട്ടും കുഞ്ഞിൻ്റെ സുരക്ഷിതത്തിനായിട്ടും മാറ്റിക്കൂടായിരുന്നു എന്നുള്ള ചോദ്യങ്ങൾ കൂടി നാട്ടുകാർ ഉന്നയിക്കുന്നുണ്ട്. കുഞ്ഞിൻ്റെ പിതാവിൻ്റെ അച്ഛൻ സുനിൽകുമാറും രാവിലെ പ്രതികരിച്ചിരുന്നു. അദ്ദേഹമാണ് ആദ്യം ഈ ഒരു മരണത്തിൽ അസ്വാഭാവികത നിലനിൽക്കുന്നുണ്ട് എന്നാരോപിച്ച് പോലീസിൽ പരാതി നൽകിയത്. നിരന്തരം കുഞ്ഞിനെ ആക്രമണത്തിന് വിധേയമാകുന്നു. കുഞ്ഞിൻ്റെ 2 കൈയുടെയും എല്ല് പൊട്ടി പ്ലാസ്റ്റർ ഇട്ടിരുന്ന അത്തരത്തിലുള്ള വിവരങ്ങൾ അറിഞ്ഞപ്പോൾ തന്നെ കുഞ്ഞ് ഇത്തരത്തിൽ ആക്രമണത്തിന് വിധേയനാകുന്നു എന്ന് മനസ്സിലായപ്പോൾ തന്നെയാണ് പരാതിയുമായി മുന്നോട്ട് പോയതെന്നും മുത്തശ്ശൻ ആരോപിക്കുകയും പോലീസിന് പരാതി നൽകുകയും ചെയ്തിരുന്നു. പോലീസ് സ്റ്റേഷനിൽ നിന്നും പറയുന്നത് അത്തരത്തിൽ തന്നെയാണ്. കുഞ്ഞിനെ നിരന്തരമായി ആക്രമിച്ചു എന്നുള്ളതാണ്. ഈ കുഞ്ഞിൻ്റെ മരണം നടന്ന പോസ്റ്റ്മോർട്ടം നടപടികൾ നടക്കുമ്പോൾ പോലും ഈ അമ്മയിൽ നിന്നും അമ്മയുടെ പങ്കാളിയായ അഷ്കറിൽ നിന്നുമൊക്കെ അന്വേഷണ സംഘം വിവരങ്ങൾ ചോദിക്കുകയൊക്കെ ചെയ്തിരുന്നു. പക്ഷേ കുഞ്ഞിനെ പൊന്നുപോലെയാണ് അഷ്കർ നോക്കുന്നത്. കുഞ്ഞിനോട് വളരെയധികം സ്നേഹമാണ് അഷ്കറിനുള്ളതെന്നാണ് അഖില ആദ്യഘട്ടത്തിൽ പ്രതികരിച്ചത്. പിന്നീട് ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ നിരന്തരമായി കുഞ്ഞ് ക്രൂരപീഡനത്തിനിരയാകുന്നു. ശരീരത്തിൽ 51 പാടുകളുണ്ട്, മുറിവുകളുണ്ട്. ആ പാടുകളൊക്കെ പുറത്തു വന്നതിന് ശേഷമാണ് പോലീസ് ചോദ്യങ്ങൾ ചോദിക്കേണ്ട വിധത്തിൽ ചോദിച്ചപ്പോഴാണ് അഖില ഇക്കാര്യങ്ങളൊക്കെ പറയുന്നത്. പക്ഷേ ഏറെ നേരം അഷ്കർ ചോദ്യങ്ങളിൽ മൗനം തുടരുകയായിരുന്നു. ഒടുവിലാണ് താനാണ് ഇത്തരത്തിൽ കുഞ്ഞിനെ കൊലപ്പെടുത്തിയത്. വീണയിലേക്ക് തന്നെ ഞാൻ മടങ്ങിയെത്താം. ഒരു ഇടവേള അനിവാര്യമാണ്. എന്തായാലും നെടുമങ്ങാട് 1.5 വയസ്സുകാരനെ കൊലപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ട് അമ്മ അഖിലയുടെ സുഹൃത്ത് ഇപ്പോൾ പിടിയിലായിരിക്കുന്നു. അയാളെ തെളിവെടുക്കാനായി, അഷ്കറിനെ തെളിവെടുക്കാനായി കൊണ്ടുവരുന്ന സമയത്ത് ജനങ്ങൾ അഷ്കറിനെ കൈകാര്യം ചെയ്യുന്നതിലേക്ക് കാര്യങ്ങളെത്തി. അതിൻ്റെ ദൃശ്യങ്ങൾ പ്രേക്ഷകർക്ക് കാണാം. വളരെ ഗൗരവമുള്ളൊരു വിഷയമാണ് തിരുവനന്തപുരം ജില്ലയിൽ നടന്നിരിക്കുന്നത്, നെടുമങ്ങാട് നടന്നിരിക്കുന്നത്.